സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരിക്കൽ അബൂദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് അബൂദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വീട്ടിലില്ല. അവിടെയുള്ളത് അബൂദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഉമ്മുദർദ റളിയല്ലാഹു അൻഹ മാത്രമാണ്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നിങ്ങളെന്താണ് ഈ വസ്ത്രത്തിൽ? ആ ഭാര്യ അല്പം മോശമായ വസ്ത്രമൊക്കെ അണിഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിൽക്കുന്നത്. ആ സമയത്ത് അബൂദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ സൽമാൻ തങ്ങളോട് പറയുന്നുണ്ട്, നിൻ്റെ സഹോദരൻ അബൂദർദ റളിയല്ലാഹു അൻഹുവിന് ഈ ദുനിയാവിലൊരു താല്പര്യവുമില്ല. അദ്ദേഹം പകൽ മുഴുവനും നോമ്പെടുക്കുന്നു, രാത്രി മുഴുവനും നിസ്കരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങാനോ നല്ല വസ്ത്രങ്ങൾ അണിയാനോ ഒന്നും അദ്ദേഹത്തിനോ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനത് ചെയ്യാറുമില്ല എന്നതാണ് ഉമ്മുദർദ റളിയല്ലാഹു അൻഹ അന്ന് മറുപടി പറയുന്നത്. അന്ന് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഈ ഉമ്മുദർദ റളിയല്ലാഹു അൻഹയുടെ ഈ മറുപടി കേട്ടിട്ട് അത്ഭുതപ്പെട്ടു പോകുന്നു. അബൂദർദ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ അന്ന് അവർ ആ വീട്ടിൽ തന്നെ താമസിക്കുന്നു. അബൂദർദ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സമയമാണ്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ആ സമയത്ത് അബൂദർദ റളിയല്ലാഹു അൻഹുവിന് നോമ്പാണ് എന്ന് പറയുകയാണ്. ഉടനെ ഭക്ഷണം കൊടുത്തിട്ട് നോമ്പ് മുറിപ്പിക്കുകയാണ് അവിടെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഭയങ്കര വിഷമമുണ്ടാകുന്നത്, കാരണം താൻ നോമ്പ് മുറിപ്പിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അങ്ങനെ ആ നോമ്പ് ഒക്കെ അവിടെ നിന്ന് മുറിച്ച് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് സമയം അങ്ങനെ മുന്നോട്ട് പോകുന്നു. രാത്രിയായപ്പോൾ ഈ അബൂദർദ റളിയല്ലാഹു അൻഹു നിന്ന് നിസ്കരിക്കാൻ തുടങ്ങുന്നു. അതും സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഉടനടി നിസ്കാരം അവസാനിപ്പിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയുടെ കൂടെ ഉറങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം മുറിയിലേക്ക് കയറ്റുകയാണ്. ശേഷം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പോയിട്ട് ഉറങ്ങുന്നു മറ്റൊരു മുറിയിൽ. സമയം ഏറെ സുബഹിയോട് അടുത്ത് കഴിഞ്ഞപ്പോൾ സൽമാൻ തങ്ങൾ എഴുന്നേറ്റിട്ട് അബൂദർദ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയുന്നു, ഇനി നിങ്ങൾക്ക് നിസ്കരിക്കാം. അന്ന് സുബഹ് നമസ്കാരം കഴിഞ്ഞ് എല്ലാ സ്വഹാബത്തും പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്താണ് അബൂദർദ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നത്. നബിയെ, എൻ്റെ വീട്ടിൽ ഇന്നലെ സൽമാൻ താമസിക്കാനുണ്ടായിരുന്നു. എൻ്റെ നോമ്പ് അദ്ദേഹം മുറിപ്പിച്ചു. എന്നെ രാത്രി നിന്ന് നിസ്കരിക്കാൻ അയാൾ സമ്മതിച്ചില്ല എന്നതൊക്കെയായിരുന്നു അബൂദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ പരാതി. ഉടനടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽമാൻ തങ്ങൾ വിളിക്കുന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു. ആ സമയത്ത് പ്രവാചകൻ പറയുന്നത് സൽമാൻ സത്യം പറഞ്ഞു എന്നുള്ളതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു മനോഹരമായ ഒരു പാഠവും അത് തന്നെയാണ്. നമ്മൾ നമ്മുടെ ശരീരത്തിനോട് വീട്ടേണ്ട ഒരുപാട് കടമകളുണ്ട്. അള്ളാഹുവിനോട് വീട്ടേണ്ട കടമകളുണ്ട്. നമ്മുടെ വീട്ടുകാരോടും നമ്മുടെ ഭാര്യമാരോടും മക്കളോടും വീട്ടേണ്ട ഒരുപാട് കടമകളുണ്ട്. അതെല്ലാം തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വലിയൊരു കടമ. അത് മനോഹരമായിട്ട് ഈ സംഭവം നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട്. രാവിലെ മുഴുവനും നോമ്പ് നോറ്റ് നടക്കാനും രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കാനും ഒന്നും ദീന് നമ്മോട് കൽപ്പിക്കുന്നില്ല. ഓരോരുത്തർക്കും അതിൻ്റേതായ കടമകളും അതിൻ്റേതായ ആവശ്യകതകളും അതെല്ലാം നിർവഹിച്ചു കൊണ്ടുള്ള ഒരു ദീനാണ് ഇസ്ലാം നമ്മോട് മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇതേ അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അൻസാരികളിൽ നിന്ന് ഏറ്റവും അവസാനമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബിയായിരുന്നു അബൂദർദ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ പറഞ്ഞ് തുടങ്ങിയിടത്താണ് ആരംഭിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിനോട് പറയുന്ന ഒരു മനോഹരമായ വാക്യമുണ്ട്. ഈ കഥയുടെ തുടർ ഭാഗത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഇങ്ങനെ ആരംഭിക്കുന്ന കഥ അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യത്തിലേക്ക് എത്തുമ്പോൾ അത് എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കണം. മനോഹരമായ ഒരു വാക്യമാണ് അദ്ദേഹത്തിൻ്റെ മരണ ബെഡിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് വന്നിട്ട് പറയുന്നത്. അതിനു മുൻപ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മനോഹരമായൊരു കഥയുണ്ട്. അൻസാരികളിൽ നിന്ന് ഏറ്റവും അവസാനമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മനുഷ്യൻ്റെ പേരാണ് അബൂദർദ റളിയല്ലാഹു അൻഹു. ഖസ്റജ് ഗോത്രത്തിലെ വളരെ സമ്പന്നനായ വലിയ കച്ചവടക്കാരനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു അബൂദർദ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു റവാ ആദ്യകാലത്തെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബിയാണ്. മദീനയിൽ ഉണ്ടായിരുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്തിയതിനു ശേഷം ഒരുപാട് തവണ ഈ തൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു റവാ ഇവിടെ വന്നിട്ട് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ആ സമയത്ത് അബൂദർദ റളിയല്ലാഹു അൻഹു എതിർപ്പുകളൊന്നും പ്രകടിപ്പിക്കുന്നില്ല. നിനക്ക് നിന്റെ മതമുണ്ട്, എനിക്ക് എൻ്റെ മതം എന്നൊരു തീരുമാനത്തിലായിരുന്നു അദ്ദേഹം. തൻ്റെ സുഹൃത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, പ്രവാചകനിൽ വിശ്വസിച്ചിട്ടുണ്ട്, അതൊന്നും ഇദ്ദേഹത്തിന് കാര്യമായിട്ട് ബാധിച്ചിരുന്നില്ല. അദ്ദേഹം തൻ്റെ ആരാധന കർമ്മങ്ങളിലായിട്ട് മുഴുകി പോവുകയായിരുന്നു. അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഖസ്റജ് ഗോത്രത്തിലായിരുന്നു, ബിംബാരാധകരായിരുന്നു അവർ.
ബിംബാരാധകർ എന്ന് പറഞ്ഞാൽ ഇവർ വളരെ സമ്പന്നനായ മനുഷ്യനായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന് സ്വയം ബിംബങ്ങൾ ഉണ്ടായിരുന്നു വീടുകളിൽ. മാത്രമല്ല അതിന് മനോഹരമായ വസ്ത്രങ്ങൾ അണിയിപ്പിച്ചു കൊടുക്കുക, സുഗന്ധം പൂശി കൊടുക്കുക. അദ്ദേഹം അത്രമേൽ ആ ബിംബങ്ങളെ ബഹുമാനിക്കുകയും അതിന് ആരാധന കർമ്മങ്ങളിലൊക്കെ ചെയ്ത് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ അബ്ദുള്ള ഇബ്നു റവാഹ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, ഈ അബൂദർദാ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ സമയത്ത് അബൂദർദാ റളിയല്ലാഹു അൻഹു ആ വീട്ടിലില്ല. ആ സമയത്ത് ഭാര്യയോട് ചോദിക്കുന്നുണ്ട് എവിടെ പോയതാണ്. അദ്ദേഹം കച്ചവട ആവശ്യാർത്ഥം ചന്തയിൽ പോയതാണ്. ആ സമയത്ത് അബ്ദുള്ള ഇബ്നു റവാഹ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മഴു എടുത്തിട്ട് നേരെ ചെല്ലുന്നു. അവിടെ ഉണ്ടായിരുന്ന ബിംബങ്ങളെ മുഴുവനും ഉടച്ചിടുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കഥയിലും സമാനമായ സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ശേഷം അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അബ്ദുള്ള ഇബ്നു റവാഹ് തൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോൾ കാണുന്നത് താൻ ഇത്രമേൽ ആരാധിച്ചിരുന്ന, സ്നേഹിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന ബിംബങ്ങൾ മുഴുവനും ആരോ വന്ന് തകർത്ത് കളഞ്ഞിരിക്കുന്നു. ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ തൻ്റെ ഭാര്യയോട് ചോദിക്കുന്നുണ്ട് ആരാണിത് ചെയ്തത്. ആ സമയത്ത് അവർ മറുപടി പറയുന്നു, ഇത് അബ്ദുള്ള ഇബ്നു റവാഹ് വന്നിട്ട് ചെയ്തു പോയതാണ്. തൻ്റെ ഉറ്റമിത്രമായിരുന്ന, തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് തൻ്റെ ഈ ബിംബങ്ങളെ മുഴുവനും തകർത്ത് കളഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് അദ്ദേഹം ആ ബിംബങ്ങളുടെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയം സംരക്ഷിക്കാൻ പോലും ആവുന്നില്ലേ? നിങ്ങളെ ഒരാൾ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അതുപോലും നിങ്ങൾക്ക് തടുക്കാനാവുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് എന്നെ നിങ്ങൾ സംരക്ഷിക്കുക എന്നൊരു വലിയ ചോദ്യത്തിലേക്കാണ് ഈ അബ്ദുള്ള ഇബ്നു റവാഹിൻ്റെ പ്രവൃത്തി അവിടേക്ക് എത്തിച്ചേരുന്നത്. ഈ ഒരു കഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്തുടരേണ്ട, അല്ലെങ്കിൽ നമ്മൾ ചുറ്റുമുണ്ടാകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരായ പല മതത്തിൽപ്പെട്ട ആളുകളുണ്ടാവും. അവരോട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടൊന്നും അല്ല ഈ കഥ സൂചിപ്പിക്കുന്നത്. ഇത് അവരത്രയും അടുത്ത സുഹൃത്തുക്കളാണ്. ആ സംഭവം ഇങ്ങനെ ഒരു മനോഹരമായ പര്യവസാനത്തിലേക്ക് എത്തി എന്നതുകൂടെയാണ് നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതുപോലെ ചെയ്ത സംഭവം തന്നെയാണ് ഇവിടെ അബ്ദുള്ള ഇബ്നു റവാഹ് അബൂദർദാ തങ്ങളോട് ചോദിക്കുന്നതും പറയുന്നതും ഒക്കെ. ആ സമയത്ത് അദ്ദേഹത്തിന് മനംമാറ്റം ഉണ്ടാവുന്നു. സ്വയം സംരക്ഷിക്കാൻ പോലും ആവാത്ത ബിംബങ്ങളാണോ, അതിനാണ് ഞാൻ ആരാധിക്കുന്നത്? ഇത്രയും ബുദ്ധിമാനായിരുന്ന, സമ്പന്നനായിരുന്ന ആ മനുഷ്യന് ആ സമയത്ത് ചിന്തിക്കുകയാണ്. ഉടനെ അദ്ദേഹം എന്തോ ചിന്തിച്ച് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തൻ്റെ കുളിമുറിയിലേക്ക് ചെല്ലുന്നു. കുളിച്ച് ശുദ്ധിയായിട്ട് നേരെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന പള്ളിയിലേക്ക് ചെല്ലുകയാണ്. മദീന പള്ളിയിൽ ആ സമയത്ത് തൻ്റെ ഈ ബിംബങ്ങളൊക്കെ പൊളിച്ച് കഴിഞ്ഞതിന് ശേഷം അബ്ദുള്ള ഇബ്നു റവാഹ് തങ്ങളും നേരെ ഓടി വന്നിരിക്കുന്നത് പ്രവാചകൻ്റെ അടുത്തേക്കാണ്. പ്രവാചകനും അവരിങ്ങനെ സംസാരിച്ചിരിക്കുന്ന വേളയിലാണ് വിദൂരതയിൽ നിന്ന് അബൂദർദാ ഇങ്ങനെ നടന്നു വരുന്നത് ഇവരെ കാണുന്നത്. ആ സമയത്ത് അബ്ദുള്ള ഇബ്നു റവാഹ് പ്രവാചകനോട് പറയുന്നു, നബിയെ എനിക്ക് തോന്നുന്നുണ്ട് അദ്ദേഹം വിശ്വസിച്ചു, കാരണം കുളിച്ച് ശുദ്ധിയായിട്ടൊക്കെയാണ് വരുന്നത്, നമ്മളിലേക്ക്, ഇസ്ലാമിലേക്ക് അയാൾ കടന്നു വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് നബിയോട് അദ്ദേഹം പറയുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുന്നു, അതെ, അള്ളാഹു എനിക്ക് കരാർ തന്നിട്ടുണ്ട് അദ്ദേഹം മുസ്ലിം ആകുമെന്ന്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരത്തെ ആ വാർത്ത എത്തിക്കഴിഞ്ഞിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന. അങ്ങനെ അദ്ദേഹം പ്രവാചകന്റെ അടുത്തേക്ക് വരുന്നു. പ്രവാചകൻ ആശയാദർശങ്ങളും ഇസ്ലാമിനെ പറ്റിയും ഖുർആനും ഒക്കെ പാരായണം ചെയ്തു കൊടുക്കുന്നു. അബൂദർദാ റളിയല്ലാഹു അൻഹു അൻസാരികളിൽ നിന്നുള്ള അവസാനത്തെ മുസ്ലിം ആയിക്കൊണ്ടാണ് ചരിത്രത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഇസ്ലാമിൻ്റെ മനോഹരമായ തീരത്തേക്ക് എത്തുന്നു. ആ സമയമായപ്പോഴേക്കും ബദർ യുദ്ധമൊക്കെ അവസാനിച്ച വേളയിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഉഹുദ് യുദ്ധത്തിൻ്റെ സമയമാണ്. ഉഹുദ് യുദ്ധം ഈ സീരീസിലൂടെ പലവട്ടം പല ആളുകളുടെയും മനോഹരമായ ചരിത്രങ്ങൾ, ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെതാകട്ടെ, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെതാകട്ടെ, തുടങ്ങിയ പല മഹാന്മാരുടെയും, തുൽഹ ബിൻ ഉബൈദില്ല തങ്ങളുടേതാവട്ടെ, പല പ്രമുഖ സ്വഹാബിമാരുടെയും ചരിത്ര കഥകൾ നമ്മൾ ഈ സീരീസിലൂടെ പറഞ്ഞപ്പോൾ ഉഹുദ് യുദ്ധവും അതിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ സംരക്ഷിക്കുന്നതായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹുവും ആ ചരിത്രത്തിലേക്ക് പേരെടുത്തു വെച്ച മനോഹരമായ സംഭവം നമ്മളിവിടെ ഓർമ്മിക്കാനുണ്ട്. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പ ചെയ്യാൻ 50 ആളുകൾ അവിടെ നിർത്തിയിരുന്നു. യുദ്ധം അവസാനിക്കാതെ ഇറങ്ങി വരരുത് എന്ന് കൽപ്പിച്ചിരുന്നു. പലവട്ടം നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ അവർ യുദ്ധം അവസാനിച്ചു എന്ന് വിചാരിച്ച് ശത്രുക്കൾ തോറ്റോടിയപ്പോൾ അവർ മുകളിൽ നിന്നും ഇറങ്ങി വരുന്നു. തന്ത്രശാലിയായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു വന്ന് ശത്രുപക്ഷത്താണ്. അവർ ആ യുദ്ധ മലമുകളിലൂടെ ഇറങ്ങി വരികയും ഇസ്ലാമിന് ശക്തമായ ആഘാതങ്ങൾ സൃഷ്ടിക്കുകയൊക്കെ ചെയ്ത യുദ്ധമായിരുന്നു ഉഹുദ് യുദ്ധം. അങ്ങനെ എല്ലാവരും മുസ്ലിങ്ങൾ ഇങ്ങനെ ശത്രുക്കൾ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ പലരും പിന്തിരിഞ്ഞോടി. മാത്രമല്ല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടു എന്നുപോലും അവിടെ പരക്കാൻ തുടങ്ങി. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് അവർ കൊല ചെയ്തിരുന്നത്. മിസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ രൂപസാദൃശ്യമായിരുന്നു പ്രവാചകൻ തങ്ങളെന്നും പ്രവാചകനെ സംരക്ഷിക്കാൻ വേണ്ടി മിസ്അബ് തങ്ങൾ ഇസ്ലാമിൻ്റെ കൊടിയെടുത്തിട്ട് പ്രവാചകൻ നിൽക്കുന്ന മറ്റൊരു ദിശയിലേക്ക് തക്ബീർ വിളികളുമായിട്ട് പോയി എന്നും അതുകൊണ്ട് അത് പ്രവാചകനാണ് എന്ന് വിചാരിച്ചിട്ട് പലരും അദ്ദേഹത്തെ പിന്തുടർന്ന് വധിച്ചു കളഞ്ഞ സംഭവമൊക്കെ മിസ്അബ് തങ്ങളുടെ ജീവചരിത്രം പറഞ്ഞപ്പോഴും വിശദമായിട്ട് നമ്മൾ സംസാരിച്ചതാണ്.
അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ബുദ്ധിമുട്ടിയ, പ്രവാചകന് മുൻപല്ല് പൊട്ടിപ്പോയ, പ്രവാചകൻ ഒരുപാട് അക്രമങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന യുദ്ധമായിരുന്നു ഉഹുദ് യുദ്ധം. ആ ഉഹുദ് യുദ്ധവേളയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാനുണ്ടായിരുന്ന ത്വൽഹ തങ്ങളെ പോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിലയുറപ്പിച്ച സ്വഹാബിയായിരുന്നു അബൂദർദാ റളിയല്ലാഹു അൻഹു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, മുൻപാണ്, വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. എന്നിട്ട് പോലും ആ ശക്തമായ ഇസ്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത്രമേൽ ആഴത്തിൽ ആഴ്ന്നിറങ്ങി എന്നുള്ളതാണ് ആ ജീവിതം അദ്ദേഹത്തെ നമ്മൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹം തൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിലയുറപ്പിക്കുക മാത്രമല്ല, തൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടെല്ലാം പ്രവാചകർ അദ്ദേഹം സംരക്ഷിക്കുകയാണ്. ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, കല്ലുകൊണ്ട് ശത്രുക്കളെ ഉപദ്രവിക്കുന്നു, അമ്പ് കൊണ്ട് അടിക്കുന്നു, എന്താണോ കയ്യിൽ കിട്ടിയത് അത് വെച്ചിട്ട് പ്രവാചകൻ സംരക്ഷിക്കുന്നു. ആ വേളയിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ട് പറയുന്നത്, എന്തൊരു ധീരനായ പോരാളിയാണ് ഉവൈമിർ. ഉവൈമിർ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. ദർദ അദ്ദേഹത്തിൻ്റെ മകളാണ് എന്നും, അതല്ല ദർദ എന്ന് പറഞ്ഞാൽ വിസ്ഡം, ബുദ്ധിയാണ് എന്നൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. ദർദ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മകളുടെ പേരാണ്, അതുകൊണ്ട് തന്നെയാണ് ഉമ്മു ദർദ എന്ന് ഭാര്യക്കും പേര് കിട്ടിയത് എന്നൊക്കെയാണ് പ്രബലമായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തുന്നത്. ഉവൈമിർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, എന്തൊരു ധീര പോരാളിയാണ് ഉവൈമിർ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേക പരാമർശങ്ങളും പ്രശസ്തിക്കൊക്കെ ഉഹുദ് യുദ്ധത്തിൽ അദ്ദേഹം പാത്രമാകുന്നുണ്ട്. ശേഷം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലേക്ക് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, വളരെ പെട്ടെന്ന് തന്നെ ഖുർആനുകൾ മനഃപ്പാഠമാക്കുകയും ഇസ്ലാമിൻ്റെ സകല നിയമങ്ങളെ പറ്റിയും ഫിഖ്ഹും എല്ലാ മതഗ്രന്ഥങ്ങളെ പറ്റിയൊക്കെ, ഇസ്ലാമിൻ്റെ പല വ്യത്യസ്ത ശാഖകളെ പറ്റിയൊക്കെ അദ്ദേഹം ആഴത്തിലുള്ള അഗാധമായ പാണ്ഡിത്യം നേടിയെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു, അദ്ദേഹം വളരെ സമ്പന്നനായ, സക്സസ്ഫുള്ളായ ബിസിനസ്മാൻ ആയിരുന്നു, കച്ചവടക്കാരനായിരുന്നു. പക്ഷേ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം വളരെ വ്യത്യസ്തമായ ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ പക്കൽ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് ഇബാദത്തും കച്ചവടവും ഒരേ വഴിയിലൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം തൻ്റെ കച്ചവടങ്ങൾ മുഴുവൻ ഉപേക്ഷിക്കുകയാണ്. മദീനയിലെ വളരെ സമ്പന്നനായ ഖസറജ് ഗോത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് ഇബാദത്തുകളിൽ കോൺസെൻട്രേഷൻ ലഭിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ കച്ചവടം മുഴുവൻ ഉപേക്ഷിക്കുകയാണ്. നമ്മൾ അബൂബക്കർ റളിയല്ലാഹുവിനെ കാണുന്നുണ്ട്, ഉസ്മാൻ റളിയല്ലാഹുവിനെ കാണുന്നുണ്ട്, പല സമ്പന്നരായ സ്വഹാബിമാരെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അവരൊക്കെ തൻ്റെ കച്ചവടവും ഇബാദത്തും ഇസ്ലാമിൻ്റെ സേവനമൊക്കെ ഒരേ നിലക്ക് കൊണ്ടുപോയപ്പോൾ താൻ അതിൽ നിന്നെല്ലാം പിന്മാറി ഖാലിസായിക്കൊണ്ട് അള്ളാഹുവിൽ ആരാധിക്കാനും പ്രവാചകനെ സംരക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം അങ്ങനെ ഒഴിഞ്ഞു വെക്കുകയാണ്. പിന്നീടാണ് ചരിത്രത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സൽമാൻ ഫാർസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വരുന്ന ആ കഥ പിന്നീടാണ് സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മു ദർദ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു ഹദീസ് ഇങ്ങനെയാണ്, അദ്ദേഹം ഇതുപോലെ രാത്രി മുഴുവനും നിസ്കരിക്കായിരിക്കും. ആ സമയത്ത് അദ്ദേഹം കാര്യമായിട്ട് ദുആ ചെയ്തിരുന്നത്, പ്രാർത്ഥിച്ചിരുന്നത്, തൻ്റെ ശരീരവും തൻ്റെ ശരീര പ്രകൃതിയൊക്കെ നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവവും നന്നാക്കണേ എന്ന പ്രാർത്ഥന അദ്ദേഹം നിരന്തരമായിട്ട് തൻ്റെ ജീവിതത്തിലും രാത്രി നിസ്കാരങ്ങളിലൊക്കെ കൊണ്ടു നടക്കുമായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പലവട്ടം കണ്ടതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ടിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നബി പറയുന്നു, മീസാനിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന ഒരു കാര്യം അത് സ്വഭാവമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ തന്നെ ഇസ്ലാമിൽ ഏറ്റവും സുന്ദരമായ പ്രചരണ കാലത്ത് മുഴുവനും ഇസ്ലാം പടർന്ന് പന്തലിക്കുന്നത് ഖാലിസായിട്ടുള്ള, ഇസ്ലാമിൽ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം കണ്ടിട്ടാണ്. സൂഫികളിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ സൽസ്വഭാവത്തിന് അത്രമേൽ പ്രാധാന്യമാണ് ഇസ്ലാം കൽപ്പിക്കുന്നതും. പ്രവാചകന്റെ ഹദീസ് അതിങ്ങനെ വായിക്കാൻ നമുക്ക്, മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന ഒരു മുസ്ലിമിൻ്റെ അമൽ എന്നുള്ളത് അത് സൽസ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഭാര്യ പറയാറുണ്ട്, അദ്ദേഹം രാത്രി മുഴുവനും ഇശാ നമസ്കാര ശേഷം അദ്ദേഹത്തിന് രാത്രി നമസ്കാരം നിന്ന് കഴിഞ്ഞാൽ സുബ്ഹ് നമസ്കരിക്കുന്നത് വരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവേ എൻ്റെ സ്വഭാവം നന്നാക്കി തരണേ, എൻ്റെ സ്വഭാവം നന്നാക്കി തരണേ എന്ന ഒരേ ഒരു പ്രാർത്ഥന. ഭാര്യ അത്ഭുതപ്പെട്ടിട്ട് സുബ്ഹി നമസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഈ പ്രാർത്ഥന മാത്രം ഇങ്ങനെ ആവർത്തിക്കുന്നത്, എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസാണ്. ഒരാളുടെ സ്വഭാവം നന്നായി കഴിഞ്ഞാൽ അത് അയാൾ അത്രമേൽ മനോഹരമായ വ്യക്തിയാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രമേൽ പ്രതിഫലം നൽകുന്ന മറ്റൊരു കർമ്മവും വേറെ ഇല്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, നല്ല സ്വഭാവം അയാളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നും ഒരാളുടെ സ്വഭാവം മോശമായി കഴിഞ്ഞാൽ അത് അയാളെ നരകത്തിലേക്ക് എത്തിക്കും എന്നതുമാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്നു, ഒരു മുസ്ലിമായ അയാൾ ഉറങ്ങുമ്പോൾ പോലും അയാൾക്ക് അള്ളാഹു തെറ്റുകൾ പുറത്തു കൊടുക്കുകയാണ്. ഭാര്യ ചോദിക്കുന്നു, എങ്ങനെയാണ് ഒരാൾ രാത്രി നിസ്കരിക്കുകയൊന്നും ചെയ്യാതെ ഉറങ്ങുക മാത്രം ചെയ്താൽ പിന്നെ എങ്ങനെ അള്ളാഹു അയാളുടെ തെറ്റുകൾ പുറത്തു കൊടുക്കുക?
ആ സമയത്ത് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, ഒരാളുടെ സ്വഭാവം നന്നായി കഴിഞ്ഞാൽ അയാളുടെ പ്രിയപ്പെട്ട മനുഷ്യർ പോലും അയാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ഒരാൾ നല്ല സ്വഭാവവും നല്ല പെരുമാറ്റമൊക്കെ നടത്തി കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ പോലും അയാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, രാത്രി നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ പോലും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ പോലും അയാൾക്ക് അയാൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കും. അതുകൊണ്ട് സ്വഭാവം നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം നമ്മോട് പറഞ്ഞു വെക്കുന്ന മനോഹരമായ ഒരു പാഠം. മാത്രമല്ല അയാളുടെ ഭാര്യ പറയുന്നുണ്ട്, നമ്മൾ ഭാര്യയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ വളരെ വിഖ്യാതമായ പണ്ഡിതയായിരുന്നു. നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് അവസാനം ഒന്ന് പരാമർശിക്കാം. അങ്ങനെ അവർ പറയുന്നുണ്ട്, അബൂദർദാ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും രാത്രി തൻ്റെ 360 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ 360 സുഹൃത്തുക്കളുടെയും പേര് പരാമർശിച്ചുകൊണ്ട് രാത്രി ദുആ ചെയ്യുമായിരുന്നു. ഓരോരുത്തരുടെയും പേര് പറഞ്ഞുകൊണ്ട് അവർക്ക് പൊറുക്കലിനെ തേടുമായിരുന്നു. അവർ ചെയ്തു പോയ തെറ്റുകളൊക്കെ പുറത്തു തരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ മനോഹരമായ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിട്ട് അബൂദർദാ റളിയല്ലാഹു അൻഹു പിന്നീട് മാറുന്നുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിറിയയിലേക്ക്, ഷാമിലേക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇസ്ലാമിക നിയമങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്ന കൂട്ടത്തിൽ ഒരാൾ അബൂദർദാ റളിയല്ലാഹു അൻഹു ആയിരുന്നു. നമ്മൾ പറഞ്ഞു, അൻസാരികൾ ഏറ്റവും അവസാനമായിട്ട് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു. പിന്നീട് അദ്ദേഹം ചെന്ന് മാറുന്നത് സിറിയയിലേക്ക് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടി പോലും പറഞ്ഞേക്കുന്ന അത്രയും കുറഞ്ഞ കാലം കൊണ്ട് അദ്ദേഹം അഗാധമായ പാണ്ഡിത്യം ഖുർആനിലും ഹദീസുകളിലും ഇസ്ലാമിക വിധി വിലക്കുകളിലൊക്കെ അദ്ദേഹം നേടിയെടുക്കുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ അദ്ദേഹത്തെ അത്രമേൽ മനോഹരമായിട്ട് നിർത്തുന്ന ഒരു ഘടകം. അങ്ങനെ അദ്ദേഹം സിറിയയിലേക്ക് പോവുകയും അവിടെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു സ്വഭാവം നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാം. അത് ഇന്നത്തെ കാലത്ത് നമ്മൾ മെഡിറ്റേഷനൊക്കെ പോലെയാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഒഴിഞ്ഞിരുന്നുകൊണ്ട് അള്ളാഹുവിനെ പറ്റി ആലോചിക്കുകയും ചിന്തിക്കുകയും അങ്ങനെ തനിച്ചിരുന്നു കൊണ്ട് ഏകാന്തമായ ആ മെഡിറ്റേഷൻ രൂപത്തിൽ നിരന്തരമായിട്ട് അള്ളാഹുവിനെ പറ്റി ചിന്തിക്കുക, അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളെ പറ്റി ചിന്തിക്കുക എന്നുള്ളതൊക്കെ വലിയ പ്രതിഫലം അർഹിക്കുന്ന വലിയൊരു കാര്യമാണ്. അത് അദ്ദേഹം നിരന്തരമായിട്ട് ജീവിതത്തിൽ ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് കാണാം. മാത്രമല്ല ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ ഡമസ്കസിലേക്ക് അവിടുത്തെ അമീറായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞയക്കുന്നത്. അവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇസ്ലാം ലേബലിൽ ഖുർആൻ ഹൽക്കകൾ സ്ഥാപിക്കുന്നത് അബൂദർദാ റളിയല്ലാഹു അൻഹു ആണ്. അവിടെ ഡമസ്കസിലെ പള്ളിയിലെ മനോഹരമായ കാഴ്ച ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. 10 പേരടങ്ങുന്ന ഓരോ സംഘങ്ങളായിട്ട്, ഹൽക്കകളായിട്ട് അവിടെ ഓരോ പള്ളിയുടെ ഓരോ മൂലയിലും ആളുകൾ ഇങ്ങനെ ഇരിക്കും. അങ്ങനത്തെ 200-ലധികം ഹൽക്കകൾ ഡമസ്കസിലെ പള്ളിയിൽ ഉണ്ടായിരുന്നു. അബൂദർദാ റളിയല്ലാഹു അൻഹു പള്ളിയുടെ ഒരു മൂലയിൽ ചെന്നിരിക്കും. അങ്ങനെ അദ്ദേഹം അവിടെ ഇങ്ങനെ സൂപ്പർവൈസ് ചെയ്യുന്നു. പല ഹൽക്കകളും അവർ തമ്മിൽ ഖിറാഅത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം പിന്നീട് അബൂദർദാ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് വരുന്നു, അവരോട് ഓതി കേൾപ്പിക്കുന്നു, ഖുർആൻ അവർ മനഃപ്പാഠമാക്കുന്നു, ഖുർആനിലെ തെറ്റുകൾ തിരുത്തി കൊടുക്കുന്നു, അതിൻ്റെ ചരിത്ര സംഭവങ്ങളും തുടങ്ങിയ എല്ലാ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ 200-ലധികം ഹൽക്കകൾ അന്ന് ഡമസ്കസിലെ പള്ളിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഖുർആൻ ഹൽക്കകൾ ആരംഭിക്കുന്നത് അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിലാണ്. അന്ന് ഓരോ ദിവസവും സുബ്ഹ് നമസ്കാരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിലേക്ക് തിരിഞ്ഞിരുന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കും, ഇന്ന് എവിടെയെങ്കിലും വലീമത്തുണ്ടോ, ഹക്കീക്കത്തുണ്ടോ? അദ്ദേഹം ചോദിക്കുകയാണ് തൻ്റെ ശിഷ്യന്മാരോട്, ആരെങ്കിലും വിവാഹകർമ്മമോ അല്ലെങ്കിൽ ഹക്കീക്കത്തോ ഒക്കെ ഇന്ന് നടക്കുന്നുണ്ടോ? അങ്ങനെ ശിഷ്യന്മാരാരെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അന്ന് അവിടെ ചെല്ലുന്നു, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരും. അന്ന് സുബഹിക്ക് ചോദിക്കുമ്പോൾ ആരും മറുപടി പറഞ്ഞില്ല എങ്കിൽ ആ സമയത്ത് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്, ഇന്ന് എനിക്ക് നോമ്പാണ്. അങ്ങനെ താൻ ക്ഷണിക്കപ്പെടാവുന്ന അല്ലെങ്കിൽ തന്നെ ക്ഷണിക്കുന്ന പരിപാടികളൊക്കെ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടെങ്കിൽ മാത്രം അന്ന് അദ്ദേഹം ഭക്ഷണം കഴിക്കുകയും അല്ലെങ്കിൽ പകൽ മുഴുവനും നോമ്പെടുക്കുകയും ചെയ്യുന്ന മനോഹരമായൊരു സ്വഭാവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറി വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്ന ഇവിടെ. കാരണം പണ്ട് സ്ഥിരമായിട്ട് അദ്ദേഹം പകൽ നോമ്പ് നോൽക്കുമായിരുന്നു മദീനയിൽ വെച്ചിട്ട്. പിന്നീട് അദ്ദേഹം ഡമസ്കസിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ആർക്കെങ്കിലും താൻ വീട്ടാനുള്ള കടമ അവിടെ ഉണ്ടോ എന്നുള്ള അദ്ദേഹം പരിശോധിക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാരുടെ വിവാഹമോ അല്ലെങ്കിൽ ഹക്കീക്കത്തൊക്കെ ഉണ്ടോ, അവിടെ പങ്കെടുത്തുകൊണ്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഞാൻ നോമ്പ് നോൽക്കുക എന്നൊരു ശീലത്തിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. സുന്നത്ത് നോമ്പായി കഴിഞ്ഞാൽ ഇസ്ലാമിക പ്രകാരം ഉച്ചവരെ നമുക്ക് ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സമയം വരെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് നിയത്ത് വെച്ചിട്ട് നോമ്പ് നോൽക്കാവുന്നതാണ് സുന്നത്ത് നോമ്പിൻ്റെ കേസിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ സുബഹ് നമസ്കാരത്തിന് ശേഷം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, ചരിത്രത്തിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെടുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു ത്യാഗത്തിൻ്റെ കഥ കൂടെ പല ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാനാവും. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു സ്വഹാബി, ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം കാണുന്നത് വളരെ പഴകിയ, പൊളിഞ്ഞു വീയാറായ ഒരു ചെറിയ വീടാണ്.
ഒരാൾക്ക് മാത്രം അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ മാത്രമുള്ള ഹൈറ്റിലുള്ള ചെറിയൊരു വീട്. കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് വലിയ വീടൊന്നും വെക്കാത്തത്, എന്താണ് ഈ ചെറിയ വീട്ടിൽ താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അബൂദർദാ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്, ഞാൻ തൊട്ടപ്പുറത്ത് ഒരു നല്ല വീട് ഉണ്ടാക്കുന്നുണ്ട്, മനോഹരമായൊരു വീട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള മറുപടി പറഞ്ഞു. കൂട്ടുകാരൻ അത് കേട്ടിട്ട് സമാധാനിച്ച് തിരിച്ചുപോയി. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ കൂട്ടുകാരൻ വീണ്ടും അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വരികയാണ്. അപ്പോഴും ഇതേ വീട് തന്നെ. ആ സമയത്ത് അബൂദർദാ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് എന്നോട് പറഞ്ഞത്, അപ്പുറത്ത് നല്ല വീടുണ്ടാക്കുന്നു എന്നല്ലേ, എന്നിട്ട് വീടിൻ്റെ പണി ഇപ്പോഴും പൂർത്തിയായില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, ഞാൻ നിന്നോട് ഖബറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അവിടെ നല്ലൊരു വീടാണ് പണിയുന്നത്, എനിക്ക് ഈ ദുനിയാവിലുള്ള വീടുകളിലൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന വളരെ വലിയ ത്യാഗിയായിരുന്ന സ്വഹാബിയായിരുന്നു അബൂദർദാ റളിയല്ലാഹു അൻഹു. ഡമസ്കസിലൊക്കെ അദ്ദേഹം എത്തിയതിന് ശേഷം അദ്ദേഹത്തിന് വലിയ താരപരിവേഷമായിരുന്നു എന്നുള്ളതാണ്. കാരണം നിരന്തരം നമ്മൾ പറഞ്ഞു 200-ലധികം ഹൽക്കകളുണ്ട്, അത്രയും വലിയ ശിഷ്യന്മാരുണ്ട്. മാത്രമല്ല പലരും പല സംശയങ്ങൾക്ക് വേണ്ടിയിട്ട് ഖുർആനിലുള്ള ഇസ്ലാമിക വിധി പ്രകാരമുള്ള ഫിഖഹിലുള്ള സംശയത്തിന് വേണ്ടിയിട്ടൊക്കെ അബൂദർദാറിൻ്റെ അടുത്തേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതെങ്കിലുമൊക്കെ ഒരു വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചുറ്റും ആളുകളായിരിക്കും. ഇന്നത്തെ കാലത്ത് വളരെ വലിയ പ്രമുഖരായ ആളുകളൊക്കെ എവിടേക്കെങ്കിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു ഫീലായിരുന്നു ഡമസ്കസിലെന്ന. അബൂദർദാ എവിടേക്കെങ്കിലും ഇറങ്ങുകയോ പള്ളിയിലേക്ക് വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചുറ്റും ആളുകളായിരിക്കും. ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടും സംശയങ്ങൾ ചോദിച്ചുകൊണ്ടും മസലകൾ ചോദിച്ചുകൊണ്ടൊക്കെ ചുറ്റും ജനക്കൂട്ടം സദാസമയവും ഉണ്ടാവുമായിരുന്നു എന്ന് പണ്ഡിതന്മാർ നമ്മോട് അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നുണ്ട്. ഉമ്മുദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ ഒരു ഹദീസും ഇന്നേ വരെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സദാസമയം പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടെയാണ് പ്രവാചകൻ്റെ ഓരോ ഹദീസും അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് കാരണം അദ്ദേഹം പറയുന്നത്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോഴും അത്രമേൽ പ്രസന്നമായ മുഖത്തോടു കൂടിയായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നതാണ്. അദ്ദേഹത്തിൻ്റെ മകന് അദ്ദേഹം പിന്നീട് ബിലാൽ എന്നതാണ് പേര് വിളിക്കുന്നത് ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉമ്മുദർദാ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ മനോഹരമായ, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ സംഭവത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അബൂദർദാ റളിയല്ലാഹു അൻഹു മരണവേളയിൽ കിടക്കുന്ന സമയത്ത് ഉമ്മുദർദാ റളിയല്ലാഹു അൻഹു അടുത്ത് വന്നുകൊണ്ട് പറയുന്നത്, ദുനിയാവിൽ നമ്മൾ രണ്ടുപേരും വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിച്ചു, ആഖിറത്തിലും സ്വർഗത്തിലും എനിക്ക് നിങ്ങളെ തന്നെ ഇണയായിട്ട് മതി. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പറയുക, എനിക്ക് നിങ്ങളെ തന്നെ വിവാഹം കഴിക്കണം സ്വർഗത്തിൽ വെച്ചുകൊണ്ട് എന്ന്. കഥ എവിടെയാണ് തുടങ്ങുന്നതെന്ന് നിങ്ങൾ നോക്കുക. ഭാര്യയിൽ ഒരു താല്പര്യവുമില്ല, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന, എന്നെ സ്നേഹിക്കാത്തത് കൊണ്ട് കാര്യമായിട്ട് മനോഹരമായ വസ്ത്രങ്ങളൊന്നും അണിയാതെ നടന്നിരുന്ന ഒരു സ്ത്രീ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ ജീവിതത്തെ അവിടെ മാറ്റിമറിക്കുന്നതോടുകൂടെ പിന്നീട് തൻ്റെ ഭാര്യയുടെ പ്രിയപ്പെട്ട കൂടെ നിൽക്കുന്ന സഹചാരിയായിട്ട് മാറുന്ന അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമ്മുദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെയും മനോഹരമായ ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ കഥ കൂടെ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് അത് സമ്മതിക്കുകയും പിന്നീട് അദ്ദേഹം അങ്ങനെ വഫാത്തായി പോവുകയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നീട് അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം വിധവയായിരിക്കുന്ന ഈ സ്ത്രീക്ക് ഒരു ജീവിതം നൽകാൻ വേണ്ടിയിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു ഒക്കെ സമ്പന്നനായ സ്വഹാബിയായിരുന്നു. അവരൊക്കെ വിവാഹാലോചനയായിട്ട് ഉമ്മുദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവർ പറയാറ്, എൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ട്, അത് സ്വർഗത്തിലേക്ക് വെച്ചുകൊണ്ട് അബൂദർദാ റളിയല്ലാഹു അൻഹു ആയിട്ടാണ്. അതുകൊണ്ട് ദുനിയാവിൽ എനിക്ക് ഇനിയൊരു വിവാഹം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്ന അത്രമേൽ പ്രിയപ്പെട്ട ദമ്പതികളായിട്ട് അവർ മാറുന്ന മനോഹരമായ കാഴ്ചയാണ് ചരിത്രം നമ്മോട് അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നത്. അൻസാറുകളിൽ നിന്ന് അവസാനമായിട്ട് ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു സ്വഹാബി പിന്നീട് പ്രവാചകൻ്റെയും ഇസ്ലാമിൻ്റെയൊക്കെ പ്രിയപ്പെട്ട മനുഷ്യനായിട്ട് മാറുന്ന മനോഹരമായ കഥ. പലപ്പോഴും നമ്മുടെ സീരീസിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ആളുകൾ പറയാവുന്ന ഒരു കാര്യമാണ്, ഓരോ കഥകൾ ദിവസവും കേൾക്കുമ്പോഴും അവരോടായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നമുക്ക് തോന്നിപ്പോകുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അത് തന്നെയായിരുന്നു. ഓരോ മനുഷ്യരുടെ ജീവിതം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പോലും തോന്നിപ്പോകും അവരോടായിരുന്നു പ്രവാചകൻ ഏറ്റവും ഇഷ്ടമെന്ന്. പ്രവാചകൻ അത്രമേൽ സുന്ദരമായിട്ടാണ് ഓരോ തൻ്റെ അനുചരരോടും പെരുമാറിയിരുന്നതും അവരോടുള്ള പെരുമാറ്റ രീതികളൊക്കെ അത്തരത്തിലുള്ളതായിരുന്നു. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ ഉത്കൃഷ്ടരായ അനുചരരുടെ കൂടെയും നാളെ അവൻ്റെ ജന്നാത്തിൽ നാം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ ഇതുപോലെ മനോഹരമായ ഒരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം എന്ന് ആശിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.